ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. വലിയ നോമ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ നോമ്പ് കാലം തിരുസഭയുടെ തന്നെ വാർഷിക ധ്യാനമെന്നാണ് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. നോമ്പിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയാണ്. ഇഷ്ടഭോജ്യങ്ങൾ വർജിച്ചുകൊണ്ട് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്ന പതിവ് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. അത് നമ്മളിപ്പോഴും തുടരുന്നത് നല്ലതുമാണ്. ഈ ആധുനിക കാലത്ത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈലൊക്കെ ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ, അങ്ങനെ നമ്മളെ കൂടുതൽ ദൈവത്തോട് ചേർത്ത് നിർത്താൻ, പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒരുമിച്ച് പോകുന്നതാണ് സുവിശേഷത്തിൽ. അതെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോമ്പെടുത്ത് കൂടുതൽ സ്നേഹത്തിൽ വളരാനും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ കരുതലോടെ കാണാനും അവർക്ക് വേണ്ടി സമയവും അറിവും സമ്പത്തും ഒക്കെ പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഉപവിപ്രവർത്തനങ്ങളിലേക്ക് കൂടി നമ്മുടെ നോമ്പ് ആചരണം എത്തിച്ചേരണം. ചുരുക്കത്തിൽ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുന്ന പ്രക്രിയയാണ് നോമ്പ്. ദൈവത്തോട് ചേർന്ന് ആയിരുന്നുകൊണ്ട് കൂടുതൽ മനുഷ്യരോട് അടുത്ത് ചെല്ലാൻ, അവരുടെ ആവശ്യങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കാൻ, അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവർത്തികളിൽ വ്യാപൃതരാകാൻ ഈ നോമ്പ് കാലത്ത് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ല നോമ്പ് കാലം എല്ലാവർക്കും നേരുന്നു.